എല്ലാവർക്കും നമസ്കാരം. സെന്റ് തെരേസാസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഉണർവിന്റെ ആദ്യ പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. നാം എല്ലാവരും ഇന്ന് കടന്നു പോകുന്നത് ഇതുവരെ നമ്മൾ അനുഭവിക്കാത്ത ഒരു ആഗോള സാഹചര്യത്തിലൂടെയാണ്. ഏതൊരു വ്യക്തിയും ഇന്ന് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷയുടെയും നന്മയുടെയും വാതിൽ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമെന്നാണ്, അതും നാളേക്കായി. ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു ചിന്തയിൽ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിലെ മിസ് ശ്രുതി എസ് നായരെ ക്ഷണിക്കുന്നു. സന്തതം കരതാരിയും ചിത്രചാതുരി കാട്ടി അന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മി നീതിയും ചിന്തയാമണി മന്ദിരത്തിൽ ഈശനെ വാഴ്ത്തു ചിന്തയാമണി മന്ദിരത്തിൽ ഈശനെ വാഴ്ത്തു വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. താങ്ക് യു ശ്രുതി. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജിയിലെ ഡോക്ടർ സിസ്റ്റർ സുജിതയെ സ്വാഗതം ചെയ്യുന്നു. Good evening, everyone. Good evening, sister. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കേവർക്കും നമസ്കാരം. COVID-19 പശ്ചാത്തലത്തിൽ തെരേസ്യൻ ഫാമിലി ആരംഭിക്കുന്ന ഉണർവ് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഉണർവിന്റെ പ്രാരംഭ പരിപാടിയിൽ നമ്മുടെ ജീവിതത്തിന് ഉണർവും ഉത്തേജനവും നൽകുവാൻ ഉതകുന്ന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ വിൻസെന്റ് വാര്യത്തച്ഛനാണ്. ഗ്രന്ഥകർത്താവ്, പ്രഭാഷകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ മലയാളികൾക്ക് സുപരിചിതനാണ് അദ്ദേഹം. മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കൗൺസിലിംഗിലൂടെ അനേകം പേരുടെ ജീവിതത്തിന് വെളിച്ചവും ആശ്വാസവും ഉണർവും പകരുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. സൈക്കോളജി പ്രൊഫസറായ അദ്ദേഹം വിവിധ സെമിനാറുകളിൽ അധ്യാപകനായും സേവനമനുഷ്ഠിക്കുന്നു. എറണാകുളം ലൂർദ് ആശുപത്രിക്ക് സമീപമുള്ള ലൂർദ് മാതാ ദേവാലയത്തിലാണ് അച്ഛൻ ഇപ്പോൾ തന്റെ അജപാലന സേവനം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട വിൻസെന്റ് അച്ഛനെ തെരേസ്യൻ ഫാമിലിയുടെ ഉണർവിന്റെ ആദ്യ സെഷൻ നയിക്കുന്നതിനായി ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കുചേരുന്ന ആദരണീയരായ ഡോക്ടർ സിസ്റ്റർ വിനീത, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആൻഡ് മാനേജർ, സിസ്റ്റർ എമിലിൻ, ദ ഡയറക്ടർ, ഡോക്ടർ ലിസി മാത്യു, ദ പ്രിൻസിപ്പൽ, ഡോക്ടർ സജിമോൾ അഗസ്റ്റിൻ, ദ സീനിയർ അഡ്മിനിസ്ട്രേറ്റർ എന്നിവരെയും സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പരിപാടിയിൽ പങ്കാളികളാകുന്ന തെരേസ്യൻ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഏറ്റവും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി സിസ്റ്റർ. അടുത്തതായി ഉണർവെന്ന ഈ പരിപാടിയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി മലയാളം ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ സൗമ്യ ബേബി മിസ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഏറെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആൻഡ് മാനേജർ റവന്യൂ ഡോക്ടർ സിസ്റ്റർ വിനീത, കോളേജ് ഡയറക്ടർ റവൻ സിസ്റ്റർ എമിലിൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിസി മാത്യു, ഇന്നത്തെ മുഖ്യാതിഥി വിൻസെന്റ് വാര്യത്തച്ഛൻ, സീനിയർ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സജിമോൾ മിസ്, IQAC കോർഡിനേറ്റർ കലാമിസ്, സ്നേഹം നിറഞ്ഞ തെരേസ്യൻ താരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, ഏവർക്കും നമസ്കാരം. ഈ സായം സന്ധ്യയിൽ നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ സവിശേഷതയുള്ള ഒരു തുടക്കത്തിനായിട്ടാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി നമുക്കൊരു കൂടിച്ചേരലോ യാത്രയോ കൂട്ടായ്മയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവയെല്ലാത്തിനും അവസാനം വരുത്തിക്കൊണ്ട് നമ്മളെല്ലാം അവനവന്റെ മുറികളിൽ, കമ്പ്യൂട്ടറുകളിൽ, ഫോണുകളിൽ, സ്വകാര്യതകളിൽ ഒറ്റപ്പെടുകയാണ്. ഈ ലോകഗതി മാറിയപ്പോൾ മനുഷ്യന്റെ പൊരുത്തപ്പെടലുകൾക്കും മാറ്റം വന്നു. സാമൂഹിക അകലം എന്ന് പറയുന്ന ഒന്ന് വന്നതോടുകൂടി നാം ഒക്കെ പരസ്പരം മാനസികമായ അകൽച്ചയിലേക്കും സംശയത്തിലേക്കൊക്കെ മാറിയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കുടുംബത്തിൽ പോലും വ്യത്യസ്തമല്ല ഇപ്പോഴത്തെ അവസ്ഥ. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ മാനസികമായി അകന്നു പോകുന്ന ഒരവസരം ഉണ്ടായി. പലപ്പോഴും പരസ്പരം ദേഷ്യം, പത്രങ്ങൾ വായിച്ചാൽ നമുക്കറിയാം ആത്മഹത്യകൾ പോലും വളരെയധികം കൂടിയിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതേയില്ല. അവർക്ക് മാനസിക ഭാരമുണ്ട്, ഉത്കണ്ഠയുണ്ട്. അവരൊരു തരത്തിൽ മൊബൈലിനും കമ്പ്യൂട്ടറിനുമൊക്കെ അടിമകളായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുക. അധ്യാപകരുടെ ജീവിതവും വ്യത്യസ്തമല്ല. ധാരാളം കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളും അധ്യാപകർക്ക് നേരിടേണ്ടി വന്നു. ഇതിനെല്ലാം ഉപരിയാണ് കൊറോണ ബാധിച്ച ആളുകളെ സംബന്ധിച്ചുള്ളത്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും പേറുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായി പെട്ടെന്ന് തന്നെ പിന്നാക്കം പോയ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെല്ലാം അതിജീവിക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ മാനസികമായ ഒരു വലിയ ബലം ആവശ്യമാണ്. നമുക്കൊരു പിന്തുണ ആവശ്യമാണ്. ഒരല്പം ആശ്വാസത്തിനും കരുതലിനും പരിഗണനയ്ക്കും പങ്കുവെക്കലിനും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഈ ജോലി സമ്മർദ്ദങ്ങളെയും കുടുംബത്തെയും നമ്മുടെ ആത്മീയതയും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ തളർച്ച നേരിടുന്നിടത്താണ് ഈ ഉണർവ് എന്ന പറയുന്ന പരിപാടിയുടെ പ്രസക്തി. ഉണർവ് എന്നുള്ളത് ശരിക്കും നമ്മുടെ മാനസികമായ ഒരു ഉണർവിലേക്ക് നയിക്കേണ്ട ഒന്നാണ്. ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് സെന്റ് തെരേസസ് കോളേജ് മാനേജ്മെന്റ് ആണ്. ഓരോ മാസവും ഓരോ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്ന് നമ്മോടൊത്ത് സംസാരിക്കാനായിട്ട് അവരെ ക്ഷണിക്കുന്നു. അവരുടെ ജീവിത വീക്ഷണങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. ഇത് നമുക്കുള്ളിൽ ഒരു തുറവി ഉണ്ടാകാൻ പര്യാപ്തമാകണമെന്നാണ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മാനസികവും ആത്മീയമായ ഉണർവിന് മാത്രമല്ല നമ്മെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു അവസരവുമായി ഉണർവ് മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം നാം എല്ലാവരും അപൂർണരാണ്. തെറ്റുകുറ്റങ്ങൾ നമുക്ക് വന്നു പോകാവുന്നതാണ്. പക്ഷെ നമുക്ക് ആകാവുന്ന ഒരു പൂർണ്ണതയിലേക്ക് വളരാൻ പറ്റുന്ന ഒരിടമായി ഈ ഉണർവ് വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പരസ്പരം കരുതി പരസ്പര സ്നേഹത്തില് ഒരു ബന്ധം കൂടുതലാക്കാനായിട്ട് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തെരേസ്യൻ ആത്മാവ് വിട്ടുപോകാതെ നമ്മളെ തെരേസ്യൻസിന്റെ ഉള്ളിലുള്ള ആ ഒരു ബന്ധം ഒന്നുകൂടി ഇഴുകി ചേർക്കാൻ പറ്റുന്ന ഒരിടമായി ഈ ഉണർവ് മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുടുംബം ഒന്നിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ദിവസം, അതാണ് ഉണർവിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഒരു ഉണർവ് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടി മാനേജ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ഓരോ മാസവും നമുക്ക് ഓരോ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. അവരെ കൊണ്ടുവന്ന് ഒരു പ്രഭാഷണം ഉണ്ടാവും. ഒരു പ്രഭാഷണം മാത്രമല്ല, സംഭാഷണം മാത്രമല്ല, കുറച്ചുകൂടി ക്രിയാത്മകമായി ഉണർവ് വരും ആഴ്ചകളിൽ മാറുന്ന ഒന്നായിട്ട് തീർച്ചയായും അത് പരിവർത്തനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ മാസത്തിൽ ഒരു ദിവസം നമുക്കായി നമ്മുടെ ഉണർവിനും പുതുജീവനുമായി മാറ്റിവെക്കാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരുടെയും സഹായവും സഹകരണവും പങ്കാളിത്തവും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉണർവിന്റെ ആദ്യ സെഷനിലേക്ക് എല്ലാവരെയും ഒന്നുകൂടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി. നന്ദി സൗമ്യ മിസ്.
നമ്മൾ എല്ലാവരും ഇന്ന് കാത്തിരിക്കുന്നത് ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിനായാണ്. സ്നേഹാദരവോടെ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ വിൻസെന്റ് വാര്യത്തച്ഛനെ മുഖ്യ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ബഹുമാനമായ സിസ്റ്റേഴ്സ്, പ്രിയ തെരേസ്യൻ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. കുറ്റാക്കുരു ഇരുട്ടത്ത് രണ്ട് കുഞ്ഞുങ്ങൾ വായിലോരത്ത് ഇരിക്കുന്നു. ആദ്യത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിനോട് ചോദിക്കുന്നു, ഇഫ് ഗാഡ് അപ്പിയേഴ്സ് റൈറ്റ് നൗ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, വാട്ട് വിൽ യു ആസ്ക് ഫോർ? എന്ത് ചോദിക്കും? രണ്ടാമത്തെ കുഞ്ഞ് സ്വാഭാവികമായി ഉത്തരം നൽകുന്നു, ഇഫ് ഗാഡ് appears right now, right in front of me, I'll ask for more stars. It's too dark around. So we need so much light. So I will ask for more stars. And what will you ask for? ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയെയും എല്ലാവരെയും അമ്പരപ്പെടുത്തിക്കൊണ്ട് ഉത്തരം പറയുന്നു, if God appears right now, right in front of us, I'll ask for more darkness. I'll ask for more darkness. അതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് കുട്ടി പറയുന്നത്, where there is great darkness, the stars become brighter. Why do you need more darkness? It's too dark already. എന്ന ചോദ്യത്തിന് ഉത്തരമാണ്, where there is great darkness, stars become brighter. My dear teachers, my dear sisters, my dear Theresian family, when you are surrounded by too much of darkness, look inside, look around. Perhaps you are the light. Not perhaps, you are the light. So, tough times can be better times. Tough times can be really, really better times. Why? First, tough times help you to reinvent yourself. എന്നെ തന്നെ ഒന്ന് വീണ്ടും കണ്ടെത്തുവാൻ എന്നെ ഈ ടഫ് ടൈംസ് സഹായിക്കുന്നുണ്ട്. എന്നെ തന്നെ ഒന്ന് വീണ്ടും കണ്ടെത്തുവാൻ ടഫ് ടൈംസ് എന്നെ സഹായിക്കുന്നുണ്ട്. ഒരു യുവാവ് ദൈവത്തിന് മുമ്പിൽ കുപിതനായി ഒരുപാട് സങ്കടങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഘനീഭവിച്ച കരിമേഘം പോലെ അവനിങ്ങനെ നിന്നൊഴിയാതെ പെയ്യുകയാണ്. അവൻ പറയുന്നു, ലുക്ക് അറൗണ്ട് ലോർഡ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഹിയർ? കറപ്ഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, അബ്യൂസ്, and this and that and what nots, and what have you done? നീ എന്ത് ചെയ്തു? ദൈവം ചെറുപുഞ്ചിരിയോട് പറഞ്ഞു, yes, there is corruption, there is exploitation, there is abuse, and there are too many problems, but don't say that I have not done anything. ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയരുത്. I have done something very, very, very important. I have created you, but you didn't do anything. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, when there is a problem, you are the solution. And you are the change that you would like to see in the community. So start looking into yourself to see the solution. So reinvent yourself. ഇരുട്ട് കട്ടപിടിച്ച് നിൽക്കുന്ന നേരത്ത് അകത്തേക്കൊന്ന് നോക്കുക. ഇരുട്ടത്ത് വെട്ടമാകേണ്ട ആൾ ഞാൻ തന്നെയാണ്. വെട്ടമാകേണ്ട ഞാൻ വെട്ടമാകാൻ മറന്നുകൊണ്ട് ഇരുട്ടിന്റെ കാഴ്ചകളെ കുറിച്ച് പരിതപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ that is my problem. So tough times can be a time to reinvent myself. Like Christopher Columbus, I must make an adventurous journey into myself to find out the dark continents within myself. എന്റെ അകത്തുള്ള ഇരുണ്ട ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തുവാൻ ഞാൻ ഒരു അഡ്വഞ്ചറസ് ജേണി നടത്തണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ, ഈ ക്വാറന്റൈൻ ടൈം ഇപ്പൊ നമുക്ക് വളരെ സുപരിചിത പദമായി മാറിയല്ലോ. ക്വാറന്റൈൻ ഖുറാന്ത എന്ന ലത്തീൻ പദത്തിൽ നിന്ന് വരുന്നു. ഈ ഖുറാന്തയുടെ അർത്ഥം എന്താണ്? 40 days, 40 ദിവസം. അത് ശരിക്കും പറഞ്ഞാൽ
ആശ്രമങ്ങളുടെയും കോൺവെന്റുകളുടെയും പശ്ചാത്തലത്തിലുള്ള ഒരു ലത്തീൻ പദമാണ്. അതായത് ആശ്രമത്തിലെ അല്ലെങ്കിൽ കൊവേന്തയിലെ ആവൃത്തിക്കുള്ളിൽ ഒരാൾ 40 ദിവസം വ്രതശുദ്ധിയോടുകൂടി കഴിച്ചു കൂട്ടുന്ന ദിനങ്ങളാണ് ഒറാന്ത ദിനങ്ങൾ. എന്തിനൊരാള് 40 ദിവസങ്ങൾ ഇങ്ങനെ കഴിച്ചു കൂട്ടണം? അയാള് അകത്തെ സ്വർഗം തൊട്ടുണർത്തുവാൻ വേണ്ടി വ്രതശുദ്ധിയോടുകൂടി അകത്തെ പ്രപഞ്ചത്തിന്റെ വെട്ടത്തിൽ ഉള്ളിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. The more she gets into herself or he gets into himself, he begins to understand the thick layers first. But then after the thick layers of darkness, he begins to see the light within and he begins to understand, I am the treasure house. സൂഫി പാരമ്പര്യത്തിൽ ഒരു യുവാവ് സത്യം തിരഞ്ഞ് വീടും നാടും വിട്ട് അലയുകയാണ്. ഒരു സന്യാസിയുടെ മുമ്പിൽ ചെന്ന് കേട്ടു. സന്യാസി ചോദിക്കുന്നു, നീ എവിടെ പോകുന്നു? I want to see the truth. So I have left my family, my land and everything. ഇവന്റെ മുതുകത്തുനിന്ന് അടിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, when in fact the treasure house is within you, why do you search outside? Kingdom of God is within you. Find it out. Reinvent yourself. അങ്ങനെ പോസിറ്റീവായിട്ട് ഈ കാലഘട്ടത്തെ നോക്കുന്നവരുണ്ട്. ഉറഞ്ഞുകൂടി കിടന്നിരുന്ന എത്രയെത്ര കഴിവുകളെ അവർ തൊട്ടുണർത്തിയെടുത്തു. പാട്ട് ഒഴിഞ്ഞ പാട്ടുപെട്ടി പോലെയായി മാറിയിരുന്ന ഒരു പാട്ടുകാരി വീണ്ടും പാടാൻ തുടങ്ങി. സമയം കണ്ടെത്തുകയാണ്. എഴുത്തു നിർത്തിയിരുന്ന ഒരാള് എഴുതാൻ തുടങ്ങി. കാരണം അകത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴ പുറത്തേക്ക് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നു ഇപ്പോൾ അക്ഷരങ്ങളായിട്ട്. അയാൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, തിരക്കായിരുന്നില്ലേ? തിരക്കൊന്ന് മാറിയപ്പോൾ വീണ്ടും എഴുതാൻ തുടങ്ങുന്നു. ക്രിയേറ്റീവായി ഒരുപാട് കഴിവുണ്ടായിരുന്ന വ്യക്തി ക്രിയേറ്റിവിറ്റിയെ അകത്തെവിടെയോ മൂടി വെച്ചിരിക്കുകയാണ്. Now she gets enough time to touch and awake the creativity within herself. So this quarantine time or corona time is not that bad altogether. It can be a tough time, but tough time can be a better time when in fact I begin to reinvent myself. എന്നെ തന്നെ ഒന്ന് കണ്ടെത്തുക. ടാഗോർ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്രേ. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സുഹൃത്തൊരാൾ പറഞ്ഞു, look at Shelley. Shelley has composed something like 6,000 poems, but you within your lifespan composed more than 10,000 poems. ഇത് ആശ്വസിപ്പിക്കാൻ വേണ്ടി ടാഗോറിനോട് പറയണം. ടാഗോറിൽ നിന്ന് പെട്ടെന്നൊരു കരച്ചിൽ ഉയർന്നത്രേ, ഒരു ആർത്തനാദം പോലെ. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവമേ, ഞാൻ പാടാൻ അങ്ങ് ആഗ്രഹിച്ച പാട്ട് ഞാൻ ഇതുവരെ പാടി തുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ പാടണമെന്ന് അങ്ങ് ആഗ്രഹിച്ച പാട്ട് ഞാൻ ഇതുവരെ പാടി തുടങ്ങിയിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ദൈവം നിങ്ങൾ പാടണമെന്ന് ആഗ്രഹിച്ച പാട്ട് നിങ്ങൾ പാടി തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ നടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച ചുവട് വെച്ച് തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ പൂർത്തിയാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച മാസ്റ്റർ പീസ് വർക്ക് പൂർത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിൻസെന്റ് വാൻ ഗോഗ് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, അങ്ങ് വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ ഏറ്റവും സുന്ദരമായ ചിത്രം ഏതാണ്? അദ്ദേഹം മുഖമുയർത്തിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് എന്റെ മാസ്റ്റർ പീസ് ചിത്രം. ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം. സോ reinvent yourself and understand that what you are doing right now is going to make the masterpiece work in your life. What am I doing now? അപ്പോൾ ടഫ് ടൈമില് എന്നെ തന്നെ കണ്ടെത്താൻ വേണമെങ്കിൽ എനിക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, ടഫ് ടൈംസ് ഷോ ദ റിയൽ ക്യാരക്ടർ ഓഫ് മൈ പേഴ്സൺ. എന്റെ റിയൽ ക്യാരക്ടറിനെ പുറത്തെടുക്കാൻ ടഫ് ടൈം വേണം. ക്യാരക്ടർ ഈസ് what you are when you are in the dark. ഇരുട്ടത്ത് ഞാൻ എന്താണോ അതാണ് യഥാർത്ഥ ഞാൻ. When your life is a walk in the park, it is easy to smile all around. But when you are stripped of all your glory and when you are in the stark nakedness of utter helplessness, then you begin to show the real you. മാസ്ക് ഒക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ധരിക്കുന്നുണ്ട് എന്റെ ചങ്ങാതി. പക്ഷേ
നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇരുട്ടിന്റെ നേരത്ത് ഒരു മാസ്കും ഇല്ലാത്തപ്പോൾ വാട്ട് ആർ യു? ദാറ്റ് ഈസ് ദ റിയൽ പേഴ്സൺ. ടഫ് ടൈംസിലാണ് ഒരാളുടെ യഥാർത്ഥ നേച്ചർ പുറത്തേക്ക് വരിക. ആ അകത്തെ വ്യക്തിയെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഞാൻ മനിലയിലാണ് എൻ്റെ PhD പഠനം നടത്തുന്നത്. അവിടെ ചൈനക്കാര് കുട്ടികളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു ചൈന കുട്ടിയെ എടുത്ത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ കോക്കാച്ചിയെ കണ്ട പോലെ ചൈനക്കാരി കുട്ടി കരയാൻ തുടങ്ങി. അവളുടെ 5 വയസ്സുള്ള ചേട്ടൻ ഒരു തക്കിടിമുണ്ടൻ താറാവിനെ പോലുള്ള, ഈ ചൈനക്കാരെന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഈ കുട്ടി കുസൃതി കലർന്നൊരു നോട്ടത്തോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, "Do you know why my kid sister is crying?" എന്റെ അനുജിത്ത് എന്താ കരയുന്നത്? നമ്മൾ I don't know. You just don't know, padre. I don't know. You just don't know, padre. I just don't know. അറിയില്ലടാ. അപ്പൊ അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നത്, "My kid sister is crying because വീണ്ടും എന്റെ മുഖത്തേക്ക് നോക്കും. Because why? Because the children are afraid of darkness." അവൻ വെളുത്തിരിക്കുന്നു, അവന്റെ അനുജത്തി വെളുത്തിരിക്കുന്നു, കറുത്തിരിക്കുന്ന എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പറയുന്നു, "Kids are afraid of darkness." ഒരു കുഞ്ഞിന്റെ ദേവദീപ്തമായ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അകത്തും പുറത്തും ഒരുപോലെ ഇരുട്ടുണ്ടെന്ന് കുഞ്ഞ് തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ടഫ് ടൈംസിലാണ് അകത്ത് ഇരുട്ടും അകത്ത് വെട്ടവും ഒരുപോലെ നമ്മൾ കണ്ടെത്തുക. അതുകൊണ്ട് ജീവിതത്തിൽ ടഫ് ടൈംസ് ഉണ്ടാകരുതെന്ന് ശഠിക്കരുത്. ടഫ് ടൈംസ് ഉണ്ടാകുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയാൻ പറ്റും എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ട്, എത്രത്തോളം ക്ഷമയുണ്ട്, എത്രത്തോളം ആഴമായ സ്നേഹമുണ്ട്. ടൈറ്റാനിക് കപ്പൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ 2 തരത്തിലുള്ള നാടകങ്ങൾ അവിടെ അരങ്ങേറി. ചില ലേഡീസ് ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ് എന്നാണ് കപ്പലിലെ നിയമം, കടലിലെ നിയമം അതാണ്. ചില ആളുകൾ ആ നിമിഷ നേരം കൊണ്ട് പെണ്ണുങ്ങളുടെ വേഷം അണിഞ്ഞ് സേഫ് ബോട്ടിലേക്കൊക്കെ ചാടിക്കയറി രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാള് പിന്നീട് സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഭാര്യ അയാൾ വിട്ടുപോയി. കാരണം ഒരു ഹാർഡ് ടൈമിൽ സ്വന്തം ഐഡന്റിറ്റി പോലും മറച്ചു വെച്ച് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മരണത്തിലേക്ക് വലിച്ച് അടുപ്പിച്ചിട്ട് സ്വയം രക്ഷപ്പെട്ട ആളെ കൂടി ജീവിക്കാൻ എനിക്ക് വയ്യെന്ന് പറഞ്ഞാണ് അവർ വിവാഹമോചനം നേടിയത്. ഇനി ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ക്യാപ്റ്റൻ സ്മിത്തിനെ എടുക്കുക. അതിന്റെ ക്യാപ്റ്റൻ, അയാള് ബൈബിൾ എടുത്ത് വായിച്ചു, ക്യാപ്റ്റന്റെ ഡ്രസ്സ് എടുത്ത് അണിഞ്ഞു, എന്നിട്ട് കൂടെയുള്ള എഞ്ചിനീയേഴ്സിനോട് പറഞ്ഞു, "ബി ബ്രേവ്, ഫേസ് വാട്ട് എവർ കംസ് ഓൺ ദ വേ, ബി ബ്രേവ്." എന്നിട്ട് ഈ മനുഷ്യൻ ഒരു ലൈഫ് ബോട്ടിലേക്കും കയറാതെ ആ കടലിലേക്ക് എടുത്ത് ചാടി അവസാനം അവിടെ ഒരു കുഞ്ഞിനെ കൂടി രക്ഷപ്പെടുത്തിയതിന് ശേഷം കടലിന്റെ ആഴത്തിലേക്ക് പോയി. ടഫ് ടൈംസ് റിവീൽ വാട്ട് ഹി ഈസ്. വീണ്ടും അങ്ങേറ്റം സമ്പന്നരായ ഇസിദോർ ദമ്പതിമാരുണ്ടായിരുന്നു, ഇസിദർ സ്ട്രൗസ് ആൻഡ് ഐഡ സ്ട്രൗസ്. 40 വർഷത്തിലേറെ കല്യാണം കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്തത്? ഇയാൾ VVIP ഗണത്തിൽപ്പെട്ട ആളായത് കൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നു, ലൈഫ് ബോട്ടിൽ കയറാം. പക്ഷെ അയാൾ പറഞ്ഞു, "ലേഡീസ് ആൻഡ് ഫസ്റ്റ്." അത് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇയാള് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അച്ഛൻ മ്യൂട്ടാണ്. ഞാൻ നിങ്ങളോടൊപ്പം ജീവിച്ചു. ഇപ്പൊ ഇസിദോർ എന്ന ആൾക്കാരെ രക്ഷപ്പെടാൻ, കാരണം VVIP ആയ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഞാൻ എന്താ ചെയ്യുക? അയാൾ പറയുന്നു, "ലേഡീസ് ആൻഡ് അച്ഛ കേൾക്കുന്നില്ല. അച്ഛ കുറച്ചുകൂടെ ലൗഡ് ആക്കാവോ? കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. ലേഡീസ് ആൻഡ് കിഡ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വഴിമാറി കൊടുക്കുകയാണ്. അപ്പൊ ഭാര്യ എന്താ പറയുക? ഭാര്യ പറയുന്നത്, "നിങ്ങളോടൊപ്പം ഞാൻ ജീവിച്ചു, നിങ്ങളോടൊപ്പം മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരുപോലെ സ്നേഹിച്ചിരുന്നവരാണ്. അതുകൊണ്ട് മരിക്കുമ്പോഴും നമുക്ക് ഒരുമിച്ച് പോകാം." ഈ വൃദ്ധ ദമ്പതികൾ 2 പേരും കെട്ടിപ്പുണർന്ന് കിടന്ന് മരണത്തിന്റെ ആഴിയിലേക്ക് ആണ്ടുപോയി. ടഫ് ടൈംസ് മെയ്ഡ് റിവീൽഡ് വാട്ട് ദേ ആർ. ഇനി എന്നെ കേട്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ടഫ് ടൈംസിൽ വാട്ട് ആർ യു പ്രസന്റിംഗ് ടു യുവർ ഫാമിലി, ടു യുവർ കോളേജ് ആൻഡ് ടു യുവർ ഫ്രണ്ട്സ്? What is the type of personality you are revealing right now? It is a very important question, my dear friends.
എന്റെ ഇരുട്ട് നിറഞ്ഞ സമയത്ത് വെട്ടത്തിന്റെ പ്രതീകമായി ഞാൻ മാറുകയാണോ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരുടെ കൂടി വെട്ടം കെടുത്തി കളയുന്ന വെറും കുറ്റാക്കുരി ഇരുട്ടായി ഞാൻ മാറിയിട്ടുണ്ടോ? ഐ ബിഗിൻ ടു റിവീൽ മൈ റിയൽ ക്യാരക്ടർ. ഇപ്പൊ ഒളിമ്പിക്സ് നടക്കുകയാണല്ലോ, പാരാ ഒളിമ്പിക്സ് നടക്കുകയാണ്. അല്പം മെന്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി. അതിനെക്കുറിച്ചൊരു സുന്ദരമായൊരു കവിതയുണ്ട്, 9 ഗോൾഡ് മെഡൽസ് എന്ന പേരിൽ. ഈ 9 അത്ലറ്റ്സുകൾ നിൽക്കുകയാണ്, മെന്റലി ചാലഞ്ചഡ് ആണ് അവർ. സമയമായി, സൈറൺ മുഴങ്ങി, എല്ലാവരും ഓടി. ഒരു കുട്ടി പെട്ടെന്ന് തപ്പിത്തടഞ്ഞ് താഴേക്ക് വീണുപോയി. അവൻ വീണ് കഴിഞ്ഞപ്പോ നമ്മൾ നല്ല ബുദ്ധി ഉറച്ചവരും പ്രാക്ടിക്കലായിട്ടുള്ള ഫസ്റ്റ് ആകാൻ, ഫിറ്റസ്റ്റ് ആകാൻ, ഫാസ്റ്റസ്റ്റ് ആകാൻ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടും, ആര് വീണാലെന്ത്. പക്ഷെ ഇവര് ബുദ്ധിയുടെ വൈകല്യം ഉള്ളവരെന്ന് നമ്മൾ വിളിക്കുന്നവരാണ്. അതുകൊണ്ട് അവര് ഓട്ടം നിർത്തി. ഒരു കുട്ടി ഈ വീണവനെ എടുക്കാൻ വേണ്ടി പുറകിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കാണികൾ കണ്ട കാഴ്ച എന്താണ്? എല്ലാവരും ഓട്ടം നിർത്തി ഈ വീണവന്റെ അടുക്കലേക്ക് വരികയാണ്. അവസാനം അവരെന്താ ചെയ്യുക? എല്ലാവരും കൈ കോർത്ത് ഒരൊറ്റ കുടുംബം പോലെ ഫിനിഷിംഗ് ലൈനിലേക്ക് നടന്നെടുക്കുകയാണ്. അത്തവണ എല്ലാവരും ഗോൾഡ് മെഡലിസ്റ്റുകളായി മാറി ആളുകളുടെ ഹൃദയത്തിൽ. ടഫ് ടൈംസ് റിവീൽ വാട്ട് യു ആർ. വീണ്ടും ചോദ്യം ചോദിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഈ സമയത്ത് വീട്ടിൽ വഴക്ക് കൂടിയെങ്കിൽ അതിന് കാരണം ഞാനാണോ? ഈ സമയത്ത് ഘനീഭവിച്ച കരിമേഘം പോലെ എപ്പോഴും മഴപ്പെയ്ത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരാളായി ഞാൻ എൻ്റെ വീട്ടിൽ മാറിയിട്ടുണ്ടെങ്കിൽ, then what is the maturity that I am talking about in my personality? എനിക്കിപ്പോ പരിഭവങ്ങളുടെ പെരുമഴക്കാലമാണെങ്കിൽ what is the type of contentment I have been talking about? These are the pivotal important questions which I should give answer to. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. So tough times reveal real character. Character is what you are when you are in the dark. ഇരുട്ടത്ത് ഞാൻ എന്താണോ അതാണ് എൻ്റെ ക്യാരക്ടർ. മൂന്നാമതായിട്ട്, tough times help me to grow bigger than my problems. എൻ്റെ പ്രോബ്ലത്തെക്കാൾ വളരാൻ ടഫ് ടൈംസ് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ജപ്പാൻകാരോടൊപ്പം ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ജപ്പാൻകാരോടും ചൈനക്കാരോടും ഫിലിപ്പീനോകളുടെ ഒക്കെ കൂടി ജീവിച്ച ആളാണ്. അപ്പൊ ജപ്പാൻകാർ പരമ്പരാഗതമായി പറയുന്ന ഒരു ചെറു നുറുങ്ങ് കഥയുണ്ട്. ഒരാളെ ഒരു വന്യജീവി ഓടിച്ചിടുന്നു. അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ അവൻ മരത്തിൽ കയറി. വന്യജീവി അവനെ വിട്ടു പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാകുന്നത് ജീവിതത്തിൽ ഇതുവരെ അവൻ മരം കയറിയിട്ടില്ല. അവന് മരം കയറാൻ അറിയില്ലായിരുന്നു. പക്ഷെ when he had this great enemy fighting him, then he began to learn something which he never learned before. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. When you are surrounded by so much of problem, either you will be broken down or you will be making up. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് മേക്ക് ചെയ്യണം. You can make or break with your problems. It all depends upon what stuff you are made of. അപ്പോ പ്രിയപ്പെട്ടവരെ, ഈ പ്രോബ്ലമാറ്റിക് ടൈമില് പ്രോബ്ലത്തിന് അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ബ്രൂസ് ലീ ഷാവോലിൻ ടെമ്പിളിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് മാസ്റ്ററോട് പറഞ്ഞു, I want to make it great in future. So what am I to do? ബ്രൂസ് ലീ പറയുന്നു, I have problems. എൻ്റെ വലത് കാലിന് നീളക്കുറവുണ്ട്, ഇടത് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അപ്പൊ അതൊക്കെ പ്രോബ്ലങ്ങളാണ്. എന്ത് ചെയ്യണം? ഷാവോലിൻ മാസ്റ്റർ ഒരു ബ്ലാക്ക് ബോർഡിൽ ഒരു വര വരച്ചിട്ട് പറഞ്ഞു, can you make it look smaller without even touching it? ഇതിനെ തൊടുക പോലും ചെയ്യാതെ അതിനൊന്ന് ചെറുതാക്കി കാണാൻ പറ്റുമോ? ബ്രൂസ് ലീ പറഞ്ഞ മറുപടി നമ്മൾ കൊടുക്കുന്ന മറുപടിയാണ്, കീപ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ബ്ലാക്ക് ബോർഡ്. ഒരു ബ്ലാക്ക് ബോർഡിൽ നിന്ന് അകലം പാലിക്കുക. അകലം പാലിച്ചു കഴിയുമ്പോൾ ഇറ്റ് മേ ലുക്ക് സ്മോളർ. അപ്പോ സെൻ മാസ്റ്റർ പറയുന്നു, ഇറ്റ് മേ ലുക്ക് സ്മോളർ ബട്ട് സ്റ്റിൽ നിന്നെ പരിഹസിച്ചുകൊണ്ട് ഒരു നേർവര അവിടെ കിടക്കുന്നുണ്ട്. വേറെ വല്ല മാർഗമുണ്ടോ? മൗനം. ഉത്തരവില്ല. ഇതേകൂടെ തന്നെ ആ നേർവരയുടെ താഴെ അതിനേക്കാൾ വലിയൊരു നേർവര വരച്ചു. എന്നിട്ട് പറഞ്ഞു,
when you have problems, grow bigger than problems. പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നത്തെക്കാൾ വലുതാകുക. അതൊരു വലിയ പാടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇപ്പൊ പ്രശ്നമാണെന്ന് എല്ലാവരും പറയുന്നു. ബട്ട് ദെൻ ദിസ് ഈസ് ദ ടൈം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ഫസ്റ്റ്. ദിസ് ഈസ് ദ ടൈം ടു ഗ്രോ ബിഗർ ദാൻ ദ പ്രോബ്ലംസ് വിച്ച് ആർ സിംപ്ലി സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന പ്രോബ്ലത്തിന് മുമ്പിൽ പറയുക, പ്രോബ്ലമേ, ഐ എം മച്ച് ബിഗർ ദാൻ യു. പണ്ട് ജോ എന്നൊരു പയ്യനെ കുറിച്ചുള്ള റീഡേഴ്സ് സ്റ്റേറ്റ്സിലെ കുറിപ്പ് ഞാൻ വായിച്ചു. അവന്റെ കാല് മുറിച്ചു കളയേണ്ടി വന്നു. അവൻ കോളേജിലെ ഓർഗനൈസർ ആയിരുന്നു, സിംഗർ ആയിരുന്നു, ഡാൻസർ ആയിരുന്നു, ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. ഹി വാസ് എവറിത്തിങ്, ഓൾ റൗണ്ടർ ആണ്. അയാളുടെയാണ് ബോൺ ക്യാൻസർ വന്ന് കാല് മുറിച്ചത്. പക്ഷെ അവൻ ഡയറിയിൽ എഴുതി വെച്ചു, ഐ വിൽ നോട്ട് അലൗ മൈ ഹാൻഡിക്യാപ് ടു ഹാൻഡിക്യാപ് മീ. എന്റെ വികലാംഗത്വം എന്നെ വികലാംഗനാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അയാള് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ബ്രസ്റ്റ് റിമൂവൽ നടത്തി ആകെ ഡിപ്രസ്ഡ് ആയ ഒരു പാട്ടുകാരി പെൺകുട്ടിയെ കാണാൻ പോകുന്നുണ്ട്. ക്ലാസ്മേറ്റ് ആണ്. അവള് പാട്ടൊഴിഞ്ഞ പാട്ടുകാരിയാണ്. അവിടെ ഇനി പാടത്തില്ല. അവൾക്ക് എല്ലാവരും ദേഷ്യമാണ്, സങ്കടമാണ്. ഇയാൾ എന്താ ചെയ്യുക? മുറിയിലേക്ക് ചെല്ലുന്നു. അവള് ഫാസ്റ്റ് റോക്ക് മ്യൂസിക് വെച്ചിട്ടുണ്ട്, എല്ലാം മറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട്. അയാൾ അവിടെ ചെന്നിട്ട് പൊയ്ക്കാല് അയാളുടെ ആർട്ടിഫിഷ്യൽ ലെഗ് എടുത്ത് മാറ്റിയിട്ട് ഒറ്റക്കാലിൽ ഈ ഫാസ്റ്റ് റൃതത്തിനോടൊപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവള് ഈ കാഴ്ചകൾ നമ്പരുന്നു. പിന്നെ പൊട്ടിച്ചിരിച്ചു പോയി. കുറെ നാളുകൾക്ക് ശേഷമാണ്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവള് പറയുന്നു, ഇഫ് യു ക്യാൻ ഡാൻസ് ജോ, ഐ ക്യാൻ സ്റ്റാർട്ട് സിംഗിങ്. നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇനി പാട്ട് പാടാൻ പറ്റും. ഒരാൾ പാട്ട് വീണ്ടെടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, having problem in your life is not a problem. Thinking having problem is a problem is the problem. പ്രഥമാറ്റിക്കായിട്ട് ആര് പറയുന്നതാണ്? പ്രശ്നം ഉണ്ടാകുന്നതല്ല പ്രശ്നത്തിലെ പ്രശ്നം. പ്രശ്നം ഉണ്ടാവുന്നത് പ്രശ്നമാണെന്ന് കരുതുന്ന പ്രശ്നമാണ് പ്രശ്നത്തിലെ ഏക പ്രശ്നം. അങ്ങനെയാണെങ്കിൽ പ്രശ്നത്തിലേക്ക് അപ്പുറത്തേക്ക് വളരാൻ വേണ്ടി പഠിക്കുക. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു പ്രശ്നമില്ലാതെ ഞാൻ ഇരിക്കല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊറോണയുടെ പോസ്റ്റ് കൊറോണ സിംറ്റംസ് മൂലം എൻ്റെ സ്വന്തം ചേട്ടൻ മരിച്ചത്. എൻ്റെ ഫാമിലിയിൽ ഇപ്പൊ പലരെയും കൊറോണ ബാധിച്ചു. ചിലരൊക്കെ മരിച്ചു, ചില ഫ്രണ്ട്സ് മരിച്ചു. സോ വി ഹാവ് പ്രോബ്ലംസ്. ബട്ട് ദെൻ ഷുഡ് വി ടു വേസ്റ്റ് അവർ ലൈഫ് ക്രൈയിങ് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് അറൗണ്ട്, ഓർ ഷുഡ് വി ടു റൈസ് above the problem, soar high എന്നുള്ളിൽ ആര് പറയുന്നുണ്ട്? അതാണ് ജീവിതം എന്ന് പറയുന്നത്. എഡ്മണ്ട് ഹിലരി എവറസ്റ്റ് കീഴടക്കുവാൻ 16 പ്രാവശ്യം പോയതിനെ കുറിച്ച് നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്. 16ാം വട്ടവും അയാൾ ഡയറി എഴുതുന്ന ആളാണ്. ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചു, എവറസ്റ്റ്, ഐ വിൽ കം ബാക്ക് ടു കോൺകർ യു ബിക്കോസ് യു കനോട്ട് ഗ്രോ എനി മോർ ബട്ട് ഐ ക്യാൻ. നിനക്ക് ഇനിയും വളരാൻ പറ്റില്ല, പക്ഷെ എനിക്ക് വളരാൻ പറ്റും. അതാണ് അയാള് 16ാമത്തെ തവണ എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞപ്പോൾ ആരോ പത്രക്കാരൻ ചോദിച്ചു, ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഇദ്ദേഹം പറഞ്ഞ മറുപടിയും ശ്രദ്ധേയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെ കൊടുമുടി വെച്ച് നോക്കുമ്പോൾ പുറത്തെ കൊടുമുടി ഒന്നുമല്ലായിരുന്നു. അകത്തെ കൊടുമുടി എൻ്റെ ഭയം, എൻ്റെ നിഷേധാത്മകത, എൻ്റെ അലസഭാവങ്ങൾ, അതിനെ കീഴടക്കി കഴിഞ്ഞപ്പോൾ പുറത്തെ കൊടുമുടി ഒന്നുമല്ലാതായി. കേൾക്കുന്ന ചങ്ങാതി, അകത്ത് എത്ര കൊടുമുടികളാണ്. അതിനെ കീഴടക്കാതെ പുറത്തെ കൊടുമുടി ഒന്നും കീഴടക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോബ്ലത്തെക്കാളും ഉയരുക, അതിനുള്ള സമയമാണിത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മനസ്സ് കുട്ടി പ്രാഗിക്കൊണ്ട് എല്ലാം മോശമായെന്ന് പറഞ്ഞ് വീട്ടിൽ അടച്ചിരിക്കാം. അടച്ച മുറി ഒരു കംഫർട്ട് റൂമാണ് പ്രിയപ്പെട്ടവരെ, അതൊരു കംഫർട്ട് സോണാണ്. പക്ഷേ അകത്ത മുറിയാകുന്ന കംഫർട്ട് സോണിനുള്ളിൽ ഇതുവരെ നിങ്ങൾ പടുതുയർത്തിയ, നിങ്ങൾ വളർത്തിയെടുത്ത നിങ്ങളുടെ വ്യക്തിത്വം ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗെറ്റ് ഔട്ട് ഓഫ് ദ ഡാർക്ക് റൂം. വെട്ടത്തിന്റെ കാര്യങ്ങൾ പറയാൻ വെട്ടത്തിലേക്ക് വരിക. രാത്രി കടന്നുപോയി, പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കുക. ഇതാണ് ടഫ് ടൈംസ് ക്യാൻ മേക്ക് യു റിയലൈസ് ദാറ്റ് യു ക്യാൻ ഗ്രോ ബിഗർ ദാൻ ഓൾ യുവർ പ്രോബ്ലംസ്. ലാറ്റിൻ അമേരിക്കൻ പോയത്തിൽ ഇങ്ങനെ വരികളുണ്ട്, പ്രോബ്ലംസ് നിങ്ങളിങ്ങനെ ഓടിച്ചിടുകയാണ്. നിങ്ങളൊരു ചെങ്കുത്തായ കൊക്കയുടെ അടുക്കലെത്തിയിരിക്കുകയാണ്. വാട്ട് വിൽ യു ഡു? എന്ത് ചെയ്യും നിങ്ങള്? കവി പറയുന്നു, ജംപ് ഡൗൺ, താഴേക്ക് ചാടുക. ഇങ്ങനെ ചാടിക്കഴിയുമ്പോൾ രണ്ടിലൊന്നും സംഭവിക്കും. ഒന്നുകിൽ ദൈവം നിങ്ങളെ കൈകളിൽ താങ്ങും, അതല്ലെങ്കിൽ ദൈവം നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കും. ശരിയല്ലേ?
ചില നേരങ്ങളിൽ പ്രോബ്ലം നമ്മളെ തുറച്ചു നോക്കുമ്പോൾ പ്രോബ്ലത്തിൽ നിന്ന് ഓടിക്കളയരുത്. ഫേസ് ഇറ്റ്. അങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ശക്തിയായി ദൈവം നിങ്ങളെ കൈകളിൽ പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് ചിറക് തന്നിട്ടുണ്ട്, പറക്കാനായിട്ട് ആകാശവും കാണിച്ചു തരുന്നുണ്ട്. സോ പ്രോബ്ലംസ് ആർ നോട്ട് ദാറ്റ് ബാഡ് ഓൾ ടുഗദർ. ദേ കൻ മേക്ക് യു എ ബെറ്റർ യു. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലമാറ്റിക് ടൈംസ് ക്യാൻ ബി ബ്ലെസ്സഡ് ടൈംസ് ഇൻ ഡിസ്ഗൈസ്. അത് തിരിച്ചറിയലാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനത്തിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന ജ്ഞാനതാണ്. This time is a time which makes me realize the light within, the strength within. ഉൾക്കരുത്ത് കാണാൻ. ഞാനിപ്പോ ഭയങ്കര ബലഹീന വ്യക്തിയാണെങ്കിൽ ഓർക്കുക, ഞാന് എൻ്റെ ഉള്ളിലുള്ള കരുത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താൻ വേണ്ടി ദൈവം എനിക്ക് ഒരു സമയം തന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയം കണ്ടെത്തി കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതം കുറച്ചുകൂടി സുന്ദരമായി മാറില്ലേ? ഞാൻ മദർ തെരേസയോടൊപ്പം താമസിക്കുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. മദർ തെരേസയുടെ അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു അൾത്താര ഒരുങ്ങുന്നു, കുർബാനയ്ക്കുള്ള സമയമാകുന്നു, ഏതോ ഒരു റിസറക്ഷൻ ഗീതം ഉയരുന്ന പോലെ അനുഭവമാണ്. അപ്പൊ മദർ തെരേസയോടൊപ്പം സേവനം ചെയ്യാൻ വന്ന ഒരു ഐറിഷുകാരി യുവതി, ഒരു കന്യാസ്ത്രീയെ ആഗ്രഹിച്ചവരാണ്. നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പരാതികളേറി, പരിഭവങ്ങൾ കൂടി, എന്തിനോടും ഏതിനോടും അവർക്കൊരു ദേഷ്യം. അവർ നേരത്തെ ഞാൻ പറഞ്ഞ ഘനീഭവിച്ച കരിമേഘം പോലെ ഇപ്പോൾ പെരുമഴക്കാലത്തിന് ഒരുങ്ങി എന്ന മട്ടിൽ നിൽക്കുകയാണ്. ഒരു ദിവസം മദർ തെരേസ ഈ സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നു. ഞാനപ്പോ അവിടെ ഉണ്ട്. മദർ തെരേസ അവരോട് പറഞ്ഞു, അവരുടെ പേര് ഡൊറോത്തി എന്ന് പറഞ്ഞാൽ, സിസ്റ്റർ ഡൊറോത്തി, there are so many people without eyes. There are so many people without legs. There are so many people without their mind working properly. Look at you. You have your eyes, you have your legs, you have your hands, you have your mind working properly. Mother Teresa പറയാണ്, that being the case, Sister Dorothy, you just don't have a right to be unhappy. Unhappy ആകാൻ അവകാശമില്ലെന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യം, അൺഹാപ്പി ആകാൻ നമുക്ക് അവകാശമില്ല. കാരണം അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹം സ്വീകരിച്ചവരാണ് നമ്മൾ, ദ പ്രിവിലേജ്ഡ് വൺസ്, ദ ബ്ലെസ്സഡ് വൺസ്. ചെറുപ്പക്കാലം മുതലുള്ള അനുഗ്രഹങ്ങളുടെ കഥ ഒന്ന് ഓർത്തെടുത്ത് നോക്കുക. കനിവിന്റെ മാലാഖമാർ എത്ര പേർ വഴിയോരത്ത് കാത്തു നിന്നിരുന്നു, എത്ര പേർ നമുക്ക് സമാശ്വാസമേകി, സ്വന്തം പൊള്ളലുകൾ മറന്നുകൂടി എത്ര പേർ തണലൊരുക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോ ഒരുപാട് കുറ്റം പറയാൻ നമുക്ക് എന്താ അവകാശമുണ്ട്? യു ഹാവ് നോ റൈറ്റ് ടു ബി അൺഹാപ്പി. അൺഹാപ്പി ആകാൻ അവകാശമില്ല. അതുകൊണ്ട് ഗ്രോ ബിഗർ ദാൻ യുവർ പ്രോബ്ലംസ്. അടുത്തതായിട്ട്, ടഫ് ടൈംസ് ഹെൽപ്പ് യു ടു റീജുവനേറ്റ് യുവർ സെൽഫ്. റീജുവനേഷൻ നടത്താൻ നമുക്കൊരു സമയം ദൈവം തന്നിരിക്കുകയാണ്. പരുന്ത് 70 വർഷക്കാലം ജീവിക്കുമെന്ന് നമുക്കറിയാം. 40 വർഷമാകുമ്പോൾ അത് വയസ്സായി, അതിന്റെ തൂവലുകളൊക്കെ കൊഴിയാൻ തുടങ്ങുന്നു, അതിന്റെ കൊക്കിന് മൂർച്ച കുറയുന്നു. മൊത്തത്തില് ഒരു റീജുവനേഷൻ ആവശ്യമുണ്ട്. അപ്പൊ 40-ാം വയസ്സിൽ കഴുകൻ മലയുടെ ഉച്ചിയിലേക്ക് പോകുന്നു. അവിടെ ഈ പറഞ്ഞ കുറാന്ത ടൈമാണ്. 150 ദിവസക്കാലം അതവിടെ കഴിച്ചുകൂടി. 150 ദിവസം അതിന്റെ കൊഴിഞ്ഞു വീഴാറായ തൂലുകൾ സ്വയം അത് പൊട്ടിപ്പറിച്ച് താഴെ ഇറക്കും. അതിന്റെ ഇപ്പോൾ മൂർച്ചയില്ലാത്ത നഖങ്ങളൊക്കെ പാറക്കല്ലിൽ ഉരച്ച് അതെല്ലാം വിടുവിച്ച് കളയും. പിന്നെ വ്രതം അനുഷ്ഠിക്കുന്ന താപസിയെ പോലെ അതങ്ങനെ ഇരിക്കും. പതുക്കെ പതുക്കെ പുതിയ തൂവലുകൾ വരും, പുതിയ നഖം വരും, പുതിയ കൊക്ക് വരും. ഇനി അതൊരു അടുത്ത കുറെ വർഷക്കാലം കൂടി രാജകീയമായി ജീവിക്കാൻ വേണ്ടി ആകാശത്തേക്ക് പറന്നുയരും, താഴേക്ക് പറന്നിറങ്ങും. രാജകീയ പ്രൗഢി അതാണ്. നമ്മുടെ ശരീരം മൊത്തത്തിൽ ഏത് സമയത്തും റീജുവനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. ബയോളജി നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ശരീരത്തിനകത്ത് റീജുവനേറ്റഡ് അല്ലാത്ത, റിന്യൂഡ് അല്ലാത്ത ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രം. ഞാൻ എന്തുകൊണ്ടാണ് പഴകിയ ശീലങ്ങളില്, പഴകിയ വാശികളില്, പഴയ വൈരാഗ്യങ്ങളില്, പഴയ വെറുപ്പുകളില് ഇതെല്ലാം ഞാനിങ്ങനെ അടച്ചിടുകയാണ്. എന്നിട്ട് ഞാൻ ലോകത്തെ നോക്കി പഴിചാരുകയാണ്. വാട്ട് എ ബാഡ് വേൾഡ്.
സുന്ദരമായ പാട്ടുണ്ടല്ലോ, വാട്ട് എ വണ്ടർഫുൾ വേൾഡ്, വാട്ട് എ വണ്ടർഫുൾ ലൈഫ്. ലൈഫ് വണ്ടർഫുൾ ആണ്, വേൾഡ് വണ്ടർഫുൾ ആണ്. ബട്ട് ദ പ്രോബ്ലം വിത്ത് മീ ഈസ് ദാറ്റ് ഐ ഡോണ്ട് സീ ദ വണ്ടർഫുൾ എലമെന്റ് ഇൻ മൈ വണ്ടർഫുൾ ലൈഫ്. സോ ദ പ്രോബ്ലം ഇസ് വിത്ത് മീ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു റീജുവനേഷനുള്ള കാലഘട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് ഉറഞ്ഞു പോയ ആള് പാട്ടൊന്ന് കണ്ടെത്തുക. നന്നായി നൃത്തമാടിയിരുന്ന ആള് ചുവടുകൾ മറന്നുപോയിട്ടുണ്ടാവും, വീണ്ടും ഒന്ന് നൃത്ത ചുവടുകൾ വയ്ക്കുക. എന്റെ കുറെ സുഹൃത്തുക്കള് ഈ ഖുറാന്ത സമയത്ത് അവരെ തന്നെ കണ്ടെത്തിയതിന്റെ ആനന്ദത്തിലാണ്. ഭക്ഷണം നന്നായിട്ട് കുക്ക് ചെയ്തിരുന്ന ആൾക്ക് ഇപ്പൊ കുക്ക് ചെയ്യാൻ സമയം കിട്ടിയിരിക്കുന്നത്. അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. പറ്റിയല്ലോ. ഉറഞ്ഞു പോയ ചില ബന്ധങ്ങൾ ഈ മൊബൈൽ ഫോൺ കൾച്ചർ വന്നതോടുകൂടി മൊബൈൽ ഫോണൊക്കെ ലോക്കിട്ട് ലോക്കിനകത്തായി ജീർണിച്ച ഇളിച്ച വളിച്ച കുറെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാക്കാൻ ചിലർക്ക് നേരം കിട്ടി. സ്വന്തം ജീവിത പങ്കാളിയുടെ നന്മകൾ തിരിച്ചറിയാൻ സമയം കിട്ടി. അല്ലെങ്കിൽ തന്നെ ഈ നമുക്ക് വേണ്ടി ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന സ്ത്രീകളെയൊക്കെ എത്ര പേരാണ് മനസ്സിലാക്കിയത്? ഇപ്പൊ പലരും മനസ്സിലാക്കി തുടങ്ങി. ചൈനീസുകാര് പറഞ്ഞു കൊടുക്കുന്ന കഥയുണ്ട്. 27 വർഷക്കാലമായിട്ട് അമ്മ ഭർത്താവിനും മക്കൾക്കും വേണ്ടി വച്ചു വിളമ്പുന്നു. അവർ വന്ന് ഭക്ഷണം കഴിക്കും, മടങ്ങിപ്പോകും, തീർന്നു. ഒരു ദിവസം അവർ മേശപ്പുറത്ത് വൈക്കോല് കൊണ്ടുവന്ന് വിളമ്പി. പ്ലേറ്റിലായ വൈക്കോല്. ഭർത്താവും ഭാര്യ മക്കളൊക്കെ ചൂടായി. എന്ത് ചെയ്ത്? അപ്പോൾ ഇവർ ചോദിക്കുന്നു, ഓ നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ പറ്റുമല്ലേ? ഇത്രയും നാൾ മാറി മാറി വിഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മേശപ്പുറത്ത് നിങ്ങളുടെ ഭക്ഷണം പാത്രത്തിൽ വെച്ച് തന്നിട്ട് ഒരു നല്ല വാക്ക് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇപ്പോ നിങ്ങള് വൈക്കോൽ കണ്ടപ്പോ സ്വരമുയർത്തി തുടങ്ങിയില്ലേ? മക്കൾക്കതൊരു, ഭർത്താവിന് അതൊരു ധ്യാന ദിവസമായി മാറിയിട്ടുണ്ടാകാം. ചിലരൊക്കെ തിരിച്ചറിയുകയാണ്. അമ്മ മരിച്ചതിന് ശേഷം യുവാവ് ഒരാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. വീട്ടിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിറഞ്ഞു കിടപ്പുണ്ട്. മരണത്തിന്റെയും മരുന്നിന്റെയും ഒക്കെ ഇടകലർന്ന ഗന്ധമുണ്ട്. ആ മുഷിഞ്ഞ വസ്ത്രം അലക്കാൻ ആ വീട്ടിൽ ഇതുവരെ ഒരു വാഷിംഗ് മെഷീൻ പോലും വാങ്ങിച്ചു കൊടുത്തില്ല. കാരണം നാട്ടുമ്പുറത്തുകാരി അമ്മയ്ക്ക് അലക്കാനാണ് ഇഷ്ടം, അലക്കുകല്ല്. ഇയാൾ അലക്കല്ലിനോട് ചേർന്നിരുന്ന് അലക്കാൻ തുടങ്ങി വീണ്ടും ദേഷ്യം വന്നു. പെട്ടെന്ന് ഭയങ്കര ദേഷ്യമാണ്. അയാൾ ദേഷ്യത്തോടു കൂടി ഓർക്കുകയാണ്, എന്ത് താഴെയാണ് അലക്കല്ല് കിടക്കുന്നത്. പെട്ടെന്ന് കരച്ചിൽ വന്നു. കാരണം ഒരു 25 വട്ടമെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ അമ്മക്ക് കുനിഞ്ഞ് മുതുകൊടിഞ്ഞു പോയി, ഒന്ന് ഉയർത്തി തന്നോടെയാണ്. അയാൾ ഇരുന്ന് കരയും. കരച്ചിലിനൊടുവിൽ അയാൾ തിരിച്ചറിയും, ദൈവമേ കടന്നു പോയതൊരു മാലാഖയായിരുന്നു. ഇതുപോലെ കടന്നു പോയ മാലാഖമാരെ കുറിച്ചുള്ള തിരിച്ചറിവിനുള്ള സമയം കൂടിയാണ് ഇത്. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്നേഹം കാട്ടാൻ പറ്റും. ഭാര്യ ഭർത്താവിനോട് പറയാൻ, ചേട്ടാ നമ്മൾ കല്യാണത്തിന് മുമ്പ് 2 കോർണറുകളിലായിരുന്നു. പക്ഷെ 2 കോർണറിൽ ഇരിക്കുമ്പോഴും നമ്മൾ എത്ര അടുത്തായിരുന്നു ചേട്ടാ, എത്ര അടുത്തായിരുന്നു. ഇപ്പൊ കല്യാണം കഴിച്ചപ്പോ തൊട്ടൊരുമി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ എത്ര അകലെയായി പോയി. അവനും അവൾക്കും ഇടയിൽ ഒരു പുഴ ഒഴുകുകയാണ്. ആ പുഴയ്ക്ക് മീതെ ഏതോ ഉഷ്ണക്കാറ്റ് അപരിചിതത്താൽ വീശിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും അപ്പുറത്തേക്ക് നീന്തി കടക്കാൻ പറ്റാത്ത വിധത്തിൽ പുഴ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയുക, ബന്ധം ഒന്ന് ശരിയാക്കുക, കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി പെരുമാറുക. വീണ്ടും ഭർത്താവ് ഭാര്യയോട് പറയാണ്, എന്റെ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിച്ച അന്ന് മുതൽ നീ വളരെ കാർക്കശ്യത്തോടുകൂടി വെട്ടിത്തിരുത്തി ചോപ്പ് വര വരച്ച് എന്നെ തോപ്പിച്ച് കളയുന്ന ഒരു അധ്യാപികയെ പോലെ പെരുമാറുകയാണ്. എന്റെ അപ്പന്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ നീ എന്നെ തോപ്പിച്ച് കളഞ്ഞു. എന്നെ ഒരു ദിവസം കൂടി, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ജയിക്കാൻ അനുവദിച്ചുകൂടെ? നിരന്തരം തോപ്പിക്കുന്ന ആളെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ട സമയമാണിത്. തൊട്ടടുത്ത് നിൽക്കുന്ന ജീവിത പങ്കാളിയെ, മക്കളെ തിരിച്ചറിയാൻ പറ്റാതെ അവരെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാന് എങ്ങനെയാണ് നല്ല മനുഷ്യൻ എന്ന് സ്വയം വിളിക്കുക? നഗരപ്രാന്തത്തിലുള്ള ഒരു പള്ളിയിൽ ഒരാൾ ഇങ്ങനെ കൂനിക്കൂമ്പി നിൽക്കുകയാണ്, വ്യാകുലപിതാവിനെ പോലെ. അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോ അയാൾ എന്നോട് പറയുന്നു, അച്ഛൻ എന്റെ കൈ പിടിച്ചാണ് മക്കളൊക്കെ വളർന്നത്. ഇപ്പൊ അതേ മക്കളെ എന്റെ നേരെ വിരലിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാ. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയപ്പോൾ ചെറിയൊരു തെറ്റ് വരുത്തിയപ്പോ എന്റെ മകൻ അലറി പറയുന്നു, തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. അദ്ദേഹം പറയുന്നു, എന്റെ കണ്ണിലൂടെ ലോകം കണ്ടവനാണ്, അവന്റെ ലോകത്ത് ഇപ്പൊ ഞാനില്ല. അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ കമ്മോഡിറ്റിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ തിരിച്ചറിവാണ്. ബന്ധങ്ങളൊക്കെ വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കമ്മോഡിറ്റി ആയിട്ട് അപ്പനും അമ്മയും മാറിയിട്ടുണ്ടാകാം. ഇത്രയും നാൾ കൂടെ ഇരുന്നിട്ട് ജീവിത പങ്കാളിയെ മനസ്സിലാക്കാത്ത കൊണ്ട് അയാൾ മൗനം കൊണ്ടിരിക്കുകയാകാം.
പൊള്ളുന്ന മൗനം കൊണ്ട് ഒരാൾ ഇരിക്കുകയാണ്. ഇതെല്ലാം തിരിച്ചറിയാൻ സമയമായി. അതുപോലെ തന്നെ മക്കൾ, അപ്പൻ മോനോട് വല്ലാതെ സ്വരം ഉയർത്തിയിട്ട് പറയുന്നു, എടാ വീട്ടിലോട്ട് എന്താ വരാത്ത കൃത്യമായിട്ട്, നീ പുറത്തോട്ടിറങ്ങിയ പിന്നെ വീട്ടിലോട്ട് വരിക. അവൻ കൂളായിട്ട് പറഞ്ഞു, വീടോ? ഏത് വീട്? നിങ്ങളൊരു മിലിറ്ററി കമാൻഡറാണ്. നിങ്ങളുടെ വീടിനെ വീടെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, മിലിറ്ററി ക്യാമ്പാണത്. ആ മിലിറ്ററി ക്യാമ്പിലേക്ക് വന്നാലും അതിലൊരു വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മിലിറ്ററി ക്യാമ്പ് നയിക്കുന്ന മിലിറ്ററി ജനറൽ ആകുന്നതിന് വരാം അപ്പനാകും. അപ്പൊ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാം. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ ബന്ധങ്ങൾ ശരിയാക്കാനും ഇതൊരു സമയമാണ്. റീജുവനേഷൻ അവിടെയും വരണം. അങ്ങനെ മൊത്തത്തിൽ നമ്മെ തന്നെ ഒന്ന് കണ്ടെത്തുന്ന സമയമായിട്ട് ഈ സമയത്തെ കാണുക. നന്ദു മഹാദേവൻ അടുത്ത കാലത്ത് ക്യാൻസറിനോട് പടപൊരുതി പിന്നെ മരണത്തിന്റെ വഴിയെ പോയ ആളാണ്. അയാളുടെ പോസ്റ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. നന്ദു ഇങ്ങനെ എഴുതി, അവസാനത്തെ ശ്വാസം വരെ പൊരുതണം. പൊരുതുന്നവർക്ക് വേണ്ടിയാണ് ജീവിതം. അവസാനത്തെ ഒരു സമയമാകുമ്പോൾ വിസിൽ മുഴങ്ങുന്നതിന് മുമ്പ് ഒരു 1.5 ഗോൾ അടിച്ചിട്ടേ ഞാൻ മടങ്ങി പോകും. ഇതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഓഫ് ലൈഫ്. പന്ത് കളി നടക്കുകയാണ്, കാൽപന്ത് കളി. കോച്ച് നല്ല കളിക്കാരനോട് പറയും, എടാ നീ ഇതുവരെ നിന്റെ ബെസ്റ്റ് കളി പുറത്തെടുത്തിട്ട് തോറ്റുപോകും. അപ്പൊ അവൻ ചോദിച്ചു, സാറേ അവസാനത്തെ വിസില് മുഴങ്ങിയിട്ടില്ലല്ലോ. അവസാനത്തെ വിസിൽ മുഴങ്ങും മുമ്പ് എന്റെ ബെസ്റ്റ് ഞാൻ പുറത്തെടുത്തിരിക്കും. അവസാനത്തെ വിസിൽ മുഴങ്ങും മുമ്പ് അവൻ അവന്റെ ബെസ്റ്റ് പുറത്തെടുത്ത് ഗോൾ അടിച്ചു, ജയിപ്പിച്ചു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ വിസില് എപ്പം മുഴങ്ങുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനു മുമ്പ് പൊരുതിയിട്ട് വേണം കടന്നു പോകാനായിട്ട്. ഒരു 1.5 ഗോൾ അടിച്ചിട്ട് വേണം ഈ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഉണർവ് വേണ്ടത് അവിടെയാണ്. അകത്ത് ചത്ത് ചതഞ്ഞ് കെട്ടടങ്ങി കിടക്കുന്ന കുറെ ഭാവങ്ങളുണ്ട്. പണ്ടത്തെ കുഞ്ഞ്, ആ കുഞ്ഞിനിപ്പോൾ ഉണർവില്ല. ഉണർവോടുകൂടി സ്വർഗത്തെ സ്വപ്നം കണ്ട് നടന്നിരുന്ന സ്വപ്ന സദൃശമായി ചൂട് വെച്ചിരുന്ന ഒരു കുഞ്ഞ് അകത്തുണ്ടായിരുന്നു. എവിടെ ചെന്നാലും സ്വർഗം ഉണ്ടാക്കിയിരുന്ന കുഞ്ഞ് ഇങ്ങനെ വീണ്ടെടുക്കുക. അങ്ങനെ വീണ്ടെടുപ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഞാൻ ഇടവരുത്തുക. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട മാറ്റം. പ്രിയപ്പെട്ടവരെ, ഇനിയും തുടരുന്ന നീളുന്ന യാത്രത്തിനിടവേളകളെ സംഗീത മധുരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ജീവിതം ഒരിക്കലേ ഉള്ളൂ, അത് ഒരു സെലിബ്രേഷനാക്കി മാറ്റണം. കുരുന്ന് കിളിയെ നെഞ്ചോട് ചേർത്ത് വെച്ചവരെ പോലെയാണ്. യു കൻ മേക്ക് ഇറ്റ് ഓർ ബ്രേക്ക് ഇറ്റ്, ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ നിങ്ങളെ തന്നെ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ ആരാണ് ചങ്ങാതി നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് മേക്ക് യുവർ ലൈഫ്, മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യുവർ ലൈഫ്. ജീവിതം ഒരു കുത്തും കോമയുമാണ്, ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. നല്ലതെല്ലാം വീണ്ടും തുടങ്ങാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട തെരേസ്യൻ കുടുംബാംഗങ്ങളെ, നല്ല യാത്ര നേരുന്നു. നാം ഓരോരുത്തരും ഇന്ന് കടന്നു പോകുന്ന അനുഭവത്തെ വിശകലനം ചെയ്യുന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ കുറിച്ചാണ് അച്ഛൻ ഇന്ന് നമ്മളോട് സംസാരിച്ചത്. ഈ കാലത്തെ അതിജീവിക്കാൻ നമുക്ക് നമ്മളെ തന്നെ റീഇൻവെന്റ് ചെയ്യാൻ, റീജുവിനേറ്റ് ചെയ്യാൻ, നമ്മളെ പരിമിതികളെ തരണം ചെയ്യുവാൻ ഈ വാക്കുകൾ നമുക്ക് പ്രതീക്ഷയും പ്രചോദനവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എന്റെ ആശംസ. നമുക്ക് വേണ്ടി ഇന്ന് പ്രഭാഷണം നടത്തിയ ഫാദർ വിൻസെന്റ് വാര്യത്തച്ഛന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. അടുത്തതായി നന്ദി പ്രസംഗത്തിനായി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ വിനീത തരകൻ മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. സംഗീത, എന്നെ കേൾക്കാമോ? ഹലോ, കേൾക്കാം മിസ്സേ, കേൾക്കാം. ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആൻഡ് മാനേജർ റെവറൻഡ് ഡോക്ടർ സിസ്റ്റർ വിനീത, കോളേജ് ഡയറക്ടർ റെവറൻഡ് സിസ്റ്റർ എംലിൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിസി മാത്യു, ഇന്നത്തെ മുഖ്യ അതിഥി വിൻസെന്റ് വാര്യത്തച്ഛൻ, സീനിയർ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സജിമോൾ അഗസ്റ്റിൻ, സ്നേഹം നിറഞ്ഞ സ്റ്റാർസ് പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, വളരെ
നമ്മളെ ചിന്തിപ്പിച്ച ഒരു ഒരു ടോക്ക് തന്നെയായിരുന്നു നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഈ ഒരു സമയത്ത് നമ്മള് അച്ഛനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഫാദർ, ഈ ഒരു സമയത്ത് ശരിക്കും അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മളുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യണം എന്ന് പറയുന്നത് വളരെ സത്യമാണ്. താങ്ക് യു അച്ചു. ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളെ വളരെയധികം എൻകറേജ് ചെയ്തതിന് അച്ഛനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. താങ്ക് യു ഫാദർ ഫോർ ബീയിങ് ദെയർ വിത്ത് അസ്. ഈ അവസരത്തിൽ അതുപോലെ ഞാൻ നമ്മളുടെ പ്രിയ സിസ്റ്റേഴ്സ്, റെവറൻഡ് ഡോക്ടർ സിസ്റ്റർ വിനീത, ഡോക്ടർ സിസ്റ്റർ എമിലിൻ, ഡോക്ടർ സജിമോൾ അഗസ്റ്റിൻ, നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിസി മാത്യു, അതുപോലെ നമ്മളുടെ എല്ലാ സ്റ്റാർസും, അധ്യാപകരും അനധ്യാപകരും എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ശരിക്കും ഈ ഒരു നിരാശയുടെയും വിഷമങ്ങളോടെയും ഒക്കെ ഉള്ള ഈ നമ്മൾ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് പുതിയ ഒരു ഉണർവ് നൽകാൻ ഈ ഒരു അവസരം നമുക്ക് ഇതിനെ അവസരം ഒരുക്കി തന്ന നമ്മളുടെ IQAC ടീമിനോടും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. അതുപോലെ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി എല്ലാം ടീച്ചേഴ്സിനെയും നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി വിനീത മിസ്. മറഞ്ഞുപോയ സൂര്യനെ ഓർത്ത് നമ്മൾ കണ്ണീർ പൊഴിക്കാതിരിക്കുക. കാരണം നാളെ ഉദയസൂര്യൻ നമ്മൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് രാത്രിയിലെ ആകാശത്ത് നക്ഷത്രങ്ങൾ നമുക്ക് വേണ്ടി പുഞ്ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി നമ്മൾക്ക് അവസാനിപ്പിക്കും.